നമസ്കാരം. പലനാട് പല രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഒരു ദോശയാണ്. ദോശ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ കുട്ടികൾ പുറത്ത് പോയി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് വന്ന ദോശയാണ്. അതിന് കാഞ്ചീപുരം ദോശ എന്ന് അവർ പറയണേ. അപ്പൊ എപ്പോഴും പുറത്ത് പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്തു വീട്ടിലുണ്ടാക്കാനായിട്ട്. അതിൻ്റെ നല്ല സക്സസ് ആയി. കുട്ടികൾക്ക് വലിയ ഇഷ്ടമായി. അതിൽ കുറേ അധികം വെജിറ്റബിൾസ് ഇടുന്നുണ്ട്. അപ്പോൾ പോഷകാംശമുണ്ട്. കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കുകയും ചെയ്യും. അപ്പം നോക്കാം അതെങ്ങനെ ഉണ്ടാക്കണേന്ന്. ഇതൊക്കെയാണ് കാഞ്ചീപുരം ദോശയുടെ ഇൻഗ്രീഡിയൻസ്. കുറച്ച് മാവ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, സോൾട്ട്, പിന്നെ വെജിറ്റബിൾസ് ആണ്. അത് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, മല്ലിയുടെ ഇല, സവോള, കുറച്ച് ഡ്രൈ മേത്തി ലീവ്സ്, പച്ചമുളക്. ഇതെല്ലാം ബീറ്റ്റൂട്ടും ക്യാരറ്റും സവോളയൊക്കെ സ്ക്രേപ്പ് ചെയ്തിട്ടാണ് എടുത്തിരിക്കണം. പിന്നെ ചീസിൻ്റെ ഒരു പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. ചീസ് വേണ്ടവർക്ക് ചീസും കൂടി ആഡ് ചെയ്യാം. പിന്നെ മാവ് ഉണ്ടാക്കണത് എല്ലാവർക്കും അറിയാം. അത് 4 പാർട്സ്. അരിയാണെങ്കിൽ 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, അങ്ങനത്തെ കണക്കിൽ രണ്ടും സോക്ക് ചെയ്ത് വേറെ അരച്ച് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്ത മാവാണ് ദോശയ്ക്ക് എടുക്കുന്നത്. അതിൽ സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം ദോശമാവ് എടുക്കാൻ. അപ്പോൾ ദോശമാവ് പരത്തി ദോശയ്ക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് അതിൻ്റെ മീതെ എല്ലാം ഈ വെജിറ്റബിൾസ് എല്ലാം പരത്തുകയാണ് ചെയ്യണത്. നമ്മൾ സവോള കൊണ്ട് ഉള്ളി കൊണ്ട് ഉത്തപ്പം ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൽ എല്ലാ വെജിറ്റബിൾസും പരത്തി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ നെയ്യും എണ്ണയും കൂടി ചേർത്തിട്ടാണ് ഞാൻ അതിൽ സ്പ്രെഡ് ചെയ്തേക്കണത്. അത് വെജിറ്റബിൾസ് മാത്രം ഉണ്ടാക്കുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് വേവിക്കും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്ത് കഴിയുമ്പോൾ നല്ല സ്വാദായിരിക്കും. ചീസ് ഇടുകയാണെങ്കിൽ അത് മറിച്ചിട്ടിട്ട് വേവിക്കില്ല. അത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ചീസ് ആഡ് ചെയ്ത് ചീസ് ഒന്ന് അലുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ അത് ഫോൾഡ് ചെയ്ത് മസാല ദോശ പോലെ ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ചെയ്യണേ. ഇതാ ഇപ്പോൾ ചീസ് ഇട്ടതും അല്ലാത്തതും കാഞ്ചീപുരം ദോശ. ചട്നിയാണ്, നാളികേര ചട്നിയും സാമ്പാറും കൂട്ടിയിട്ടാണ് ഞാൻ സെർവ് ചെയ്തേക്കണേ. കട്ടയ്ക്കാണ് നാളികേര ചട്നി ഉണ്ടാക്കിയത്.